ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ്. വാട്സപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബോട്ട് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അപ്പോൾ കൂടുതലായിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ വിശേഷങ്ങളും ഇതിലെ ബോട്ടിനെ കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്. ഗ്രൂപ്പിൻ്റെ പേര് ആൻഡ്രോയിഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ബോട്ടാണ്. ഈ ഒരു ബോട്ടിനെ കുറിച്ച് ഞാൻ ആദ്യമേ പറയാം. അതിന് നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം. ഞാനിവിടെ ബോട്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബോട്ട് എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ബോട്ടിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഞാനാണ് ബോട്ട്, പൈത്തൻ്റെ തലച്ചോറിൽ വർക്ക് ചെയ്യുന്ന അൾട്ടിമേറ്റ് വാട്സപ്പ് ബോട്ട് എന്ന്. അപ്പോൾ ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് ബോട്ട് ആദ്യമേ തന്നെ കൊണ്ടിട്ട് തന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടും എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ /help എന്ന് ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ /help എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ബോട്ടിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഒരു ലിസ്റ്റായിട്ട് ബോട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതായത് ഫസ്റ്റ് വരുന്നത് /start ആണ്. ബോട്ട് ഓൺലൈൻ ഉണ്ടോ ഓഫ്ലൈനിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണിത്. രണ്ടാമതായത് /help ആണ്. ഇപ്പം ഞാൻ അടിച്ച കമാൻഡാണ്. ബോട്ടിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് എന്നറിയാൻ പറ്റുന്ന കമാൻഡ്. മൂന്നാമതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളതാണ് /tr. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈനോ സെൻറ്റൻസോ ഒക്കെ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണിത്. എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കോഡ് അനുസരിച്ച് ടൈപ്പ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് ആ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. /dict പറയുന്നത് ഒരു വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ ഒരു കമാൻഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. /maldict എന്ന് പറയുന്നത് ഒരു വാക്കിൻ്റെ മലയാളം അർത്ഥം എന്താണെന്ന് ഈ ഒരു കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അടുത്തത് വരുന്നത് /wiki. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാനുണ്ട്, വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ വരെ പോകേണ്ട ആവശ്യമില്ല. ക്രോം തുറന്ന് വിക്കിയിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് /wiki എന്ന് അടിച്ചിട്ട് എന്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടത് ആ ഒരു വേർഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിക്കിപീഡിയയിലുള്ള ഫുൾ ഡീറ്റെയിൽസും ബോട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് തരുന്നതാണ്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് /mod. അതായത് എന്തെങ്കിലും ഒരു ആപ്പിൻ്റെ ഒരു മോഡഡ് വേർഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രോമിൽ പോയിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ അത്രയും നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. /mod എന്നിട്ടിട്ട് ആപ്ലിക്കേഷൻ്റെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മോഡഡ് വേർഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്കിവിടെ. പിന്നെ ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷനിൽ എല്ലാ സ്റ്റാറ്റസും അറിയാൻ പറ്റും നിങ്ങൾക്ക്. കോവിഡ്, അതായത് കേരളത്തിലെ കോവിഡിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഇന്ത്യയിലെ കോവിഡിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഏതൊക്കെ സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടാണ്, പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്, അത് ടെക് ന്യൂസ് ആവട്ടെ സ്പോർട്സ് ന്യൂസ് ആവട്ടെ എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫണ്ടിൻ്റെ പേർപ്പസിനാണെന്നുണ്ടെങ്കിൽ /joke എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബോട്ട് നിങ്ങൾക്ക് കോമഡി ഇട്ട് തരുന്നതാണ്. പിന്നെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യേണ്ട എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ /google എന്ന് അടിച്ചു കൊടുത്തിട്ട് ആ ഒരു വാക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് നല്ല നല്ല കോഡ്സ് വേണമെന്നുണ്ടെങ്കിൽ /quote എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. പിന്നെ ഇപ്പോൾ IPLൻ്റെ സീസൺ ആയതുകൊണ്ട് IPLൻ്റെ സ്കോറൊക്കെ നിങ്ങൾക്ക് /IPLS എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെയാണ് ബോട്ടിലെ മെയിൻ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഇതെല്ലാം ഈ ഒരു ഗ്രൂപ്പിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഈ ഒരു ബോട്ടിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരു അടിപൊളി ടെക് ടീം തന്നെ ബോട്ടിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. CK സർ, നിരഞ്ജന മാം, ശരത് സർ, അരുൺ, അർജുൻ, ജസ്റ്റിൻ എന്നിവരടങ്ങുന്ന ഒരു ടെക് ടീമാണ് ഈ ഒരു ബോട്ടിനെ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് പ്രവർത്തിക്കാനും അതേപോലെ ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്. ബോട്ട് പോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിനെ മറ്റ് പല ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഫീച്ചറാണ് ഇതിലെ സ്ട്രിക്റ്റ് റൂൾസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെറ്റ് റൂൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പിൽ ഒരു 24 hours സർവിലിയൻസ് ഉണ്ട്. അതായത് ഈ ഗ്രൂപ്പിൽ അവരൊരു വിങ് രൂപീകരിച്ചിട്ടുണ്ട്. AP ടീം എന്ന പേരിൽ ഒരു 17 മെമ്പേഴ്സ് ഉള്ള ഒരു ടീമാണ് ഈ AP ടീം. അമൽ, അഖിലേഷ്, അഖിൽ, ഷഫീഖ് എന്നിവരടങ്ങുന്ന ഒരു 17 മെമ്പർ ടീമാണ് AP ടീം. നിങ്ങൾ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസാണ് ഈ ഗ്രൂപ്പിനെ മറ്റ് പല ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന വേറൊരു ഫീച്ചർ. AP ടീമിലെ ബാക്കി മെമ്പേഴ്സിൻ്റെ പേര് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഗ്രൂപ്പ് എന്തുകൊണ്ടാണ് ഞാൻ അത്രയും സ്പെഷ്യലാണ് എന്ന് പറയാൻ കാരണമെന്ന്. ഈ ഒരു ഗ്രൂപ്പിനെ ഇത്രയധികം നല്ല രീതിയിൽ പ്രവർത്തനം നടത്താനായിട്ട് സഹായിക്കുന്നത് ഇതിൻ്റെ അഡ്മിൻ പാനലും AP ടീമുമാണ്. CK സാറാണ് അഡ്മിൻ പാനലിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ സാറിൻ്റെയും ബാക്കി അഡ്മിൻസിൻ്റെയും എല്ലാവരുടെയും ഒരു കമ്പൈൻഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഇത്രയും നല്ല രീതിയിൽ നടന്നു പോകുന്നത്. ഇത്രയും അധികം ഫീച്ചേഴ്സ്, ഇനിയും ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അവർ. നല്ല അപ്ഡേറ്റ്സ് ഒക്കെ എപ്പോഴെപ്പോഴും ഈ ഒരു ലിസ്റ്റിലേക്ക് വരാറുണ്ട്. ഇതെല്ലാം നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉപകാരപ്പെടുന്ന അപ്ഡേറ്റ്സ് ആണ്. ഈ ഒരു അപ്ഡേറ്റ്സിനെയൊക്കെ കുറിച്ച്, ഈ ഒരു ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിസ്റ്റിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് /mod ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആപ്ലിക്കേഷൻ്റെ മോഡഡ് വേർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ /mod എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ /mod KineMaster എന്ന് അടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ള വേർഷൻസ് ഏതൊക്കെയാണെന്ന്. അതായത് അത് നമ്മുടെ പ്ലേ സ്റ്റോറിലായിട്ടുള്ള വേർഷനുമുണ്ട്, അതല്ലാതെ തന്നെ നമ്മുടെ പ്രോ വേർഷൻസ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എല്ലാ ആപ്ലിക്കേഷൻ്റെയും പ്രോ വേർഷൻ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഫീച്ചർ വരുന്നത് /wiki ആണ്. /wiki എന്നിട്ടെടുത്തിട്ട് എനിക്ക് റോബോട്ടിനെ കുറിച്ച് സെർച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ /wiki ടൈപ്പ് ചെയ്തിട്ട് റോബോട്ട് ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ബോട്ടിന് കിട്ടിയിരിക്കുന്ന ആൻസർ. റോബോട്ടിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ബോട്ട് ഇവിടെ നമുക്ക് കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഫീച്ചർ കൂടി പറഞ്ഞു. അതും കൂടി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് വെച്ച് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഫുൾ ഇംഗ്ലീഷിലായതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതേ ടെക്സ്റ്റ് തന്നെ ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ /tr സ്പേസ് എൻ്റെ ഡെസ്റ്റിനേഷൻ ലാംഗ്വേജ് മലയാളമാണ്, അതുകൊണ്ട് ML അടിച്ചു. അത് ലാംഗ്വേജ് കോഡാണ്. = ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ടെക്സ്റ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഇതാ ഇവിടെ ബോട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ക്രോമിൽ പോയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇംഗ്ലീഷിലാണ് ടെക്സ്റ്റ് കിട്ടിയേക്കുന്നതെങ്കിൽ നമുക്ക് മലയാളത്തിലേക്ക് ആക്കാൻ പറ്റും. അതുപോലെ ഏത് ലാംഗ്വേജിലേക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന അപ്ഡേറ്റിൻ്റെ ഒരു ഗുണം. ഇനി അടുത്തതായിട്ട് വരുന്നത് /KL-COVID ആണ്. നമ്മുടെ കോവിഡിൻ്റെ ഓരോ ദിവസത്തെയും അപ്ഡേറ്റ് അവരിതിൽ ചേർത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ /KL-COVID അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് ബോട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ കോവിഡ് കേസസിൻ്റെ എണ്ണം നമുക്കിവിടെ ബോട്ട് കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ട്. അതിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോ എത്ര കൺഫേംഡ് കേസസ് ഉണ്ട്, എത്ര ആക്റ്റീവ് കേസസ് ഉണ്ട്, എത്ര എണ്ണം റിക്കവേർഡായി, എത്ര ഡെത്ത്സ് ഉണ്ട് ഇന്ന് എന്നൊക്കെ ഓരോന്നും തരംതിരിച്ചിട്ടാണ് ബോട്ട് നമുക്ക് കൊണ്ടുവന്നിട്ട് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലെ കേസസിൻ്റെ നമ്പേഴ്സ് കിട്ടും. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് /news എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ /news എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രധാന ഹെഡ്ലൈൻസ് എന്തൊക്കെയാണ്, ഇപ്പോഴത്തെ ഈ ഒരു അവറിലെ ന്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് കംപ്ലീറ്റ് ബോട്ട് നമുക്കിവിടെ കൊണ്ടുവന്നിട്ട് തരും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ടെക് ന്യൂസും കിട്ടും. /technews എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടെക് ന്യൂസ് വരുന്നതാണ്. സ്പോർട്സ് ന്യൂസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ /sports news എന്ന് അടിച്ചു കൊടുത്താൽ അതും കിട്ടുന്നതാണ്. ഈ ഒരു ഗ്രൂപ്പ് ഇത്രയധികം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു 5 അംഗ അഡ്മിൻ പാനലാണ്. CK സർ, റഹീം സർ, രാഹുൽ സർ, ആഷിഖ് സർ, നിക്കോൾസൺ സർ അടങ്ങുന്ന ഒരു അടിപൊളി 5 അംഗ അഡ്മിൻ പാനലാണ് ഈ ഒരു ഗ്രൂപ്പിനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അടുത്ത ഫീച്ചറായിട്ട് വരുന്നതാണ്, ഞാനിവിടെ ഒരു വാക്കിൻ്റെ അർത്ഥം തപ്പുകയാണ്. /dict എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അടിക്കുന്ന വാക്ക് ആങ്സൈറ്റി ആണ്. ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ വാക്കിൻ്റെ അർത്ഥം ഡയറക്റ്റായിട്ട് ബോട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു വാക്കിൻ്റെ അർത്ഥം /dict എന്നിട്ടിട്ട് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേർഡ് മീനിങ് ബോട്ട് ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് തരുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് അതിൻ്റെ മലയാളം അർത്ഥമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ മാൽഡിക്റ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കാം. ഇതേപോലെ ഒരുപാട് അപ്ഡേറ്റ്സ് ഈ ഒരു ബോട്ടിൽ അവർ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഫീച്ചറാണ്, ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന അത്രയും എക്സ്പേർട്സിനെ ഈ ഒരു ഗ്രൂപ്പിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഈ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പാരലലായിട്ട് 4 വേറെ ഗ്രൂപ്പുകളിലേക്ക് ആഡ് ആവുന്നുണ്ട്. അതിലൊന്ന് മൈ ക്ലാസ് റൂം ആണ്. അവിടെ വിവിധ തരത്തിലുള്ള ക്ലാസ്സസ് നടക്കാറുണ്ട്. സൈക്കോളജി ആയിട്ടും മെഡിക്കലായിട്ടും ടെക്നിക്കലായിട്ടും എല്ലാവിധ ക്ലാസ്സസും അവിടെ അവർ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ക്ലാസ്സസ് വേണമെന്ന് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും അവർ അറേഞ്ച് ചെയ്യും. ഇത് പുറത്തുനിന്ന് അധ്യാപകരും ഡോക്ടേഴ്സും എല്ലാവരും വന്നിട്ടാണ് ക്ലാസ്സൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ഇതൊരു ഫൺ ഗ്രൂപ്പാണ്. അതിൻ്റെ ഫൺ സൈഡ് എന്താണെന്ന് വെച്ചാൽ മെയിൻ ഗ്രൂപ്പിൽ ഫൺ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുസൃതി കൂട്ടം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ആവുന്നുണ്ട്. മെയിൻ ഗ്രൂപ്പിലേതുപോലെ തന്നെ കുസൃതി കൂട്ടത്തിൽ അവർ എക്സ്ട്രാ ഒരു ബോട്ടിനെ ആഡ് ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന പേരിൽ. അത് ഫുള്ളി ഫൺ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബോട്ടാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഗെയിംസ് ലഭിക്കും. ക്രിക്കറ്റ്, ഫുട്ബോൾ പോലത്തെ ഗെയിംസ്, ജോക്സ് എല്ലാം പോലെ നിങ്ങൾക്ക് ഫുള്ളി ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിലുള്ള ഒരു ബോട്ടാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫൺ സൈഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും നോളജ് വൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ഗ്രൂപ്പാണ്. അടുത്ത ഫീച്ചർ വരുന്നത്, ഇനി നമുക്കിതിൻ്റെ മലയാളം അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ /maldict എന്ന കമാൻഡ് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ കാണിക്കാം. /maldict എന്നടിക്കുന്നുണ്ട്. ആങ്സൈറ്റിയുടെ തന്നെ മീനിങ് നമുക്ക് നോക്കാം. അപ്പോൾ ആങ്സൈറ്റിയുടെ എല്ലാവിധ മീനിങ്സും ബോട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ട്. ആങ്സൈറ്റിയുടെ മലയാളത്തിലുള്ള എല്ലാ അർത്ഥങ്ങളും ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതേപോലെ ഏതൊരു വാക്കിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് ഈ ഒരു /maldict എന്ന കമാൻഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഈ ബോട്ട് ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ്. വാട്സപ്പിലേക്ക് ആദ്യമായി ബോട്ട് എന്ന ഫീച്ചർ കൊണ്ടുവന്നത് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഈ ബോട്ടിനെ ഇത്രയും നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു ടെക് ടീമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക് ടീമിലുള്ളത് CK സർ, നിരഞ്ജന മാം, ശരത് സർ, അരുൺ, അർജുൻ, ജസ്റ്റിൻ എന്നിവരാണ്. ഗേൾസിനൊക്കെ വളരെയധികം സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണിത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ